ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് 80 മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും മുഴുവൻ ചോദ്യങ്ങൾ നോക്കിയിരുന്നു. ഇതിൽ പാസേജിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പോയം ലൈൻസിൻ്റെ മീനിങ് ഉണ്ടായിരുന്നു, റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടായിരുന്നു, ഇഫ് ക്ലോസ് ഉണ്ടായിരുന്നു, അഡ്വൈസ് ചെയ്യുന്ന ഗ്രാമർ ഉണ്ടായിരുന്നു, ഫ്രേസൽ വേർബ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വരാറുള്ള എല്ലാ ചോദ്യങ്ങളും 1-2 മാർക്കിൽ വരാൻ സാധ്യതയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ അവിടെ നോക്കി. നല്ല റെസ്പോൺസാണ് നമുക്ക് ആ ഒരു വീഡിയോക്ക് കിട്ടിയത്. അപ്പോൾ അത് ആ ഒരു വീഡിയോ മുഴുവനായിട്ട് ചെയ്യാതിരുന്നത് 1 മണിക്കൂറിൻ്റെ മുകളിലേക്കൊക്കെ പോകുമ്പോൾ അപ്ലോഡിങ് ഇഷ്യൂസും ഡിലേ ഒക്കെ വരുന്നത് കൊണ്ടാണ് അത് 2 പാർട്ടാക്കിയത്. സോ ഇത് അതിൻ്റെ ഫൈനൽ പാർട്ടാണ് കേട്ടോ. 2 പാർട്ടേ ആക്കുന്നുള്ളൂ. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. ബാക്കി മുഴുവൻ ഫോർമാറ്റുകളും എസ്സേ ക്വസ്റ്റ്യൻസും ചെറിയ എസ്സേയും വലിയ എസ്സേയും ഒക്കെ ഇതിലുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കില്ല, ഞാൻ അവസാനമായിട്ട് പറയണം, നിങ്ങൾക്ക് A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വേണം, ഇംഗ്ലീഷിന് വേണം എന്നുണ്ടെങ്കിൽ വേറെ ഒരു വീഡിയോയും നിങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ട, ഒരു നോട്ടും നിങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഈ 2 വീഡിയോ ആത്മാർത്ഥമായിട്ട് വെറുതെ കണ്ടിട്ട് കാര്യമില്ല. വെറുതെ ആ ഒരു ഓരോ മണിക്കൂർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കയ്യിലൊരു നോട്ടും ഒരു പേനയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ആത്മാർത്ഥമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണാൻ തയ്യാറാണ്. ഈ A+ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ A+ന് തടയാൻ ആർക്കും പറ്റില്ല. അതെല്ലാം നമ്മൾ സ്വയം ചെക്ക് ചെയ്തൊക്കെ, ഞാൻ ഇത് ഉഴപ്പിയാണോ കണ്ടത്, കുറേ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോ, കുറേയൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ഞാൻ നോക്കാതെ ഇരുന്നോ, ആൻസർ വായിക്കാതെ ഇരുന്നോ, നമ്മുടെ മാർക്ക് അതനുസരിച്ചിട്ട് കുറയും. അതേ സംഭവിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 വീഡിയോയും ആദ്യം മുതൽ അവസാനം വരെ കാണാം. പിന്നെ എന്ത് ചെയ്യുക, കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്ത പോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കഴിഞ്ഞ വീഡിയോക്ക് നല്ല ലൈക്കും നല്ല റെസ്പോൺസും കിട്ടി. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാം എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഗോൾഡൻ ടോപ്പിക്സ് ഒക്കെ ആയിട്ട് ഇംഗ്ലീഷിൻ്റെ വരാം. ഈ 2 വീഡിയോ നിങ്ങൾക്ക് മതിയാകും. എന്നാലും പാസ് മാർക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും അങ്ങനെയുള്ള ഗോൾഡൻ ടോപ്പിക്കൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ പവർ കാണിക്കുക കേട്ടോ. ലൈക്ക് ചെയ്ത് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വേഗം ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇനിയുള്ളത് 4 മാർക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വരാൻ സാധ്യതയുള്ള 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും അതിന് ഉത്തരവും ആണ് നോക്കുന്നത് കേട്ടോ. ഇർഫാൻ ആലം കംസ് ടു യുവർ സ്കൂൾ ടു ഇനോഗ്രേറ്റ് ദ യൂത്ത് ക്ലബ്. ഇർഫാൻ ആലം നിങ്ങളുടെ സ്കൂളിലെ യൂത്ത് ക്ലബ്ബ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാണ്. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ ആൻ അനൗൺസ്മെന്റ് ഇൻട്രൊഡ്യൂസിങ് ഹിം. ഇർഫാൻ ആലത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് ഉണ്ടല്ലോ. അപ്പോൾ ഇർഫാൻ ആലം ആരാണെന്ന് നമുക്ക് ഒരു ചെറിയൊരു ഹിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. യങ് ഓൺടർപ്രണർ ആണ്, ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് സമാൻ ഫൗണ്ടേഷൻ ആണ്, റെക്കഗ്നൈസ്ഡ് ആസ് വൺ ഓഫ് ദി ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ഓഫ് ഇന്ത്യ ബൈ ദ ടൈംസ് ഓഫ് ഇന്ത്യ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ 1 ഓഫ് ദി ടോപ്പിൽ വന്നിട്ടുള്ള ആളാണ് ഇർഫാൻ ആലം. സോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഡിയർ ഓൾ, ഹാവ് യു ഹേർഡ് അബൌട്ട് പീപ്പിൾ? ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹാവ് യു ഹേർഡ് അബൌട്ട് പീപ്പിൾ ഹൂ ഡു ബിസിനസ് ഫോർ എ സോഷ്യൽ ക്ലോസ്? സൊസൈറ്റിക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്, ദേ ആർ കോൾഡ് സോഷ്യൽ ഓൺടർപ്രണേഴ്സ്. അവരാണ് സോഷ്യൽ ഓൺടർപ്രണേഴ്സ്. ഐ എം വെരി ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് ഇർഫാൻ ആലം, ദി സ്മാർട്ട് ആൻഡ് എനർജറ്റിക് സോഷ്യൽ ഓൺടർപ്രണർ ഫ്രം ബീഹാർ. ബീഹാറിൽ നിന്നുള്ള സ്മാർട്ട് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള സോഷ്യൽ ഓൺടർപ്രണറെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഹി ഈസ് ഹിയർ ടു ഇനോഗ്രേറ്റ് അവർ യൂത്ത് ക്ലബ്. നമ്മുടെ യൂത്ത് ക്ലബ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഹി ഈസ് എ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് സമാൻ ഫൗണ്ടേഷൻ. സമാൻ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഇദ്ദേഹമാണ്. സ്റ്റാർട്ടഡ് വിത്ത് എ ബാങ്ക് ലോൺ ടു റീഡിസൈൻ ദ റിക്ഷോസ്. ഓക്കെ, റിക്ഷോസ് റീഡിസൈൻ ചെയ്യാൻ ഒരു ബാങ്ക് ലോൺ എടുത്തു. സമ്മൻ ഹാസ് നോട്ട് ഗോട്ട് എനി ഫണ്ടിങ് ഫ്രം എനി ഡോണർ ഓർ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്നോ അതിൽ മറ്റുള്ള ആളുകളുടെ അടുത്തുനിന്നോ ഒന്നും 1 രൂപ പോലും ഫണ്ട് കിട്ടാതെ ബാങ്ക് ലോൺ എടുത്തുകൊണ്ടാണ് റിക്ഷോസ് റീഡിസൈൻ ചെയ്യാൻ ഇദ്ദേഹം ഇറങ്ങുന്നത്. ദ ഫൗണ്ടേഷൻ ഗെറ്റ്സ് ഇറ്റ്സ് മേജർ റവന്യൂ ടുഡേ ഫ്രം അഡ്വർടൈസിങ്. ഇപ്പോൾ ഇന്ന് ഈ ഒരു ഫൗണ്ടേഷന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത് അഡ്വർടൈസിംഗിൽ നിന്നാണ്. റിക്ഷാ പുള്ളേഴ്സ് ഗെറ്റ് 50% ഓഫ് ദിസ് റവന്യൂ ആൻഡ് ദിസ് ഹെൽപ്സ് സം. മാത്രമല്ല ഇതിൻ്റെ പകുതി റവന്യൂ ആർക്ക് കിട്ടുന്നുണ്ട്? റിക്ഷാ പുള്ളേഴ്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അവർക്കും വലിയൊരു സഹായമാണ്. വൈൽ കാറ്ററിംഗ് ടു ദ economic security, the company also engages with the families of rickshaw pullers to provide social security, education and even livelihood. നല്ലൊരു സാമ്പത്തിക ഭദ്രത അവർക്ക് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ റിക്ഷാ പുള്ളേഴ്സിൻ്റെ ഫാമിലീസിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി, എഡ്യൂക്കേഷൻ,
ജീവനമാർഗം എല്ലാം ഇവർ കൊടുക്കുന്നുണ്ട്. ദ സൊസൈറ്റി നീഡ്സ് മോർ പീപ്പിൾ ലൈക്ക് ഇർഫൻ ആലം വിത്ത് ഇന്നോവേറ്റീവ് ഐഡിയാസ്. ഇർഫൻ ആലത്തിനെ പോലെ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉള്ള ഒരുപാട് ആളുകൾ നമുക്ക് ആവശ്യമാണ്, നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമാണ്. ദ ടൈംസ് ഓഫ് ഇന്ത്യ ഹാഡ് സെഡ് ദാറ്റ് ഇർഫൻ ആലം ഈസ് വൺ ഓഫ് ദ ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ഓഫ് ഇന്ത്യ. ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ ടോപ്പ് 30 യൂത്ത് ഐക്കൺസിൽ ഒരാളാണ് ഇർഫൻ ആലം എന്നാണ്. ദെൻ ദ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ കോംപ്ലിമെന്റഡ് ഹിം. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഇദ്ദേഹത്തെ കോംപ്ലിമെന്റ് ചെയ്തത് എങ്ങനെയാണ്? യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ. എൻ്റെ ജോബിനേക്കാളും ടഫറായിട്ടുള്ള ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ആൻഡ് വെൽക്കം മിസ്റ്റർ ഇർഫൻ ആലം. അങ്ങനെ നമുക്ക് വലിയൊരു കയ്യോടിയോട് കൂടിയിട്ട് ഇർഫൻ ആലത്തിനെ ഇങ്ങോട്ട് ക്ഷണിക്കാം. വളരെ നല്ലൊരു ആൻസറാണ്. 4 മാർക്കിന് ഇത്രയും എഴുതിയാൽ മതി കേട്ടോ. ഇനി, you are a friend of Ajit, you are a friend of Amigo Brothers and you witness a contest between them with the great excitement. Prepare a blog entry describing the contested. Blog നമ്മൾ ഫോമാറ്റും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അമിഗോ ബ്രദേഴ്സിന്റെ ബ്ലോഗ് എൻട്രി നിങ്ങൾ കണ്ടു, അമിഗോ ബ്രദേഴ്സിന്റെ ഫൈറ്റ് നിങ്ങൾ കണ്ടു. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗ് എൻട്രി ആണ് അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബ്ലോഗിന് ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുക്കുക, അതിനുശേഷം ഡേറ്റ് കൊടുക്കുക, ഒരു സ്ലാഷ് ഇട്ടിട്ട് നിങ്ങളുടെ പേര് എഴുതാം. ഇവിടെ ജസ്റ്റ് ബ്രൂസ്ലി എന്ന് ഓർത്തിരിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഴുതാം. ഓക്കെ. ആൻറ്റോൺ, നിങ്ങളുടെ അഭിപ്രായമാണ് ബ്ലോഗ് എന്ന് വെച്ചാൽ കേട്ടോ, അതല്ലാതെ അതിന് വേറൊരു ഫോർമാറ്റ് ഇല്ല. ആന്റോണിയോ ആൻഡ് ഫെലിക്സ് നോൺ ആസ് അമിഗോ ബ്രദേഴ്സ് പ്രൂവ്ഡ് ഇറ്റ് ടു ദ വേൾഡ്. ആന്റോണിയും ഫെലിക്സും അമിഗോ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്നവരെ അവർ ഈ ലോകത്തിന് അത് കാണിച്ചു കൊടുത്തു, പ്രൂവ് ചെയ്ത് കൊടുത്തു. വാട്ട് ആൻ അമേസിംഗ് മാച്ച് ഇറ്റ് വാസ്. എന്ത് നല്ലൊരു മാച്ച് ആയിരുന്നു. ദ മാച്ച് വാസ് ടു ഫൈൻഡ് ഔട്ട് ഹൂ വുഡ് റെപ്രസെന്റ് ദ ബോയ്സ് ക്ലബ് ഇൻ ദ ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പ്. ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പിൽ ബോയ്സ് ക്ലബിനെ റെപ്രസെന്റ് ചെയ്ത് ആര് വരും എന്നതിന് വേണ്ടിയിട്ടായിരുന്നു മാച്ച് ഉണ്ടായിരുന്നത്. ബോത്ത് ഓഫ് ദം ഡിഡ് ദെയർ ബെസ്റ്റ് ടു ഔട്ട് വിത്ത് ദ അതേഴ്സ്. മറ്റേ ആളെ മറികടക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും മാക്സിമം ട്രൈ ചെയ്തു. ബോത്ത് വെർ ഈക്വലി പവർഫുൾ ആസ് ഐ ഓൾറെഡി ന്യൂ ദം ഫോർ മെനി ഇയേഴ്സ്. എനിക്ക് അവരെ ഒരുപാട് നാളായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അവർ രണ്ടുപേരും ഒരേപോലെ പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ്. Nobody fell to the canvas. ക്യാൻവാസിലേക്ക് ആരും വീണില്ല. At a particular moment, only the sound of their loud blows could be heard. ഒരു ചില നിമിഷങ്ങളിൽ എന്താണ് അവർ ഇങ്ങനെ വീശി ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി കൈ വീശുന്ന ആ സൗണ്ടുകൾ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ദ ക്രൗഡ് ഹാഡ് ഗോൺ മ്യൂട്ട്. കണ്ടു നിന്നവരെല്ലാം നിശബ്ദരായിപ്പോയി. ഐ വാസ് തണ്ടർസ്ട്രക്ക്. ഇടിവെട്ടി പോലെ ഞാൻ അങ്ങനെയായിപ്പോയി എന്ന് പറയാണ്. ഈവൻ ദ റെഫറി വാസ് സ്റ്റണ്ട് ബൈ ദെയർ സാവേജ്. അവരുടെ ഇത്രയും സാവേജ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് കണ്ടിട്ട് റെഫറി പോലും സ്റ്റണ്ട് ആയിപ്പോയി. അറ്റ് ലാസ്റ്റ് ദേ എംബ്രേസ്ഡ് ഈച്ച് അതർ ആൻഡ് ലെഫ്റ്റ് ദ റിംഗ് ഹാൻഡ് ഇൻ ഹാൻഡ്. എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം വാരിപ്പണർന്നു, എന്നിട്ട് തോളത്ത് കൈയിട്ട് അവർ അവിടെ നിന്ന് പോയി. വാട്ട് എ പ്രെറ്റി എൻഡിങ്. എന്ത് ഭംഗിയുള്ള ഒരു എൻഡിങ് ആണ്. ദേ ആർ പ്ലേയേഴ്സ് ഹു പ്രിപ്പയർ ആൻഡ് പ്രാക്ടീസ്. ഇവരാണ് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന നല്ല പ്ലേയേഴ്സ്. They are players who get hurt, but they also get up and help to get up. ഹർട്ട് ആയെങ്കിലും വേദന എടുത്തെങ്കിലും എന്താണ്, അവർ പരസ്പരം അവർക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്നു. They are players who win in life. ജീവിതത്തിൽ വിജയിച്ച പ്ലേയേഴ്സ് ഇവരെയാണ്. ഐ എം പ്രൗഡ് ഓഫ് മൈ ഫ്രണ്ട്സ്. ഇവരെ പറ്റിയിട്ട് എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. ദേ വെന്റ് അവേ വിത്തൗട്ട് റിസീവിങ് ദ പ്രൈസ് വാങ്ങിക്കാതെയാണ് അവർ പോയത്. ഐ ബിലീവ് as someone said, പണ്ടാരോ പറഞ്ഞതുപോലെ, there is nothing on this earth more to be prized than true friendship. ട്രൂ ഫ്രണ്ട്ഷിപ്പിനേക്കാളും വലിയൊരു പ്രൈസ് ഈ എർത്തിൽ വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞതുപോലെ. ഓക്കെ, വളരെ നല്ലൊരു ആൻസർ ആണ്. Do you think, Nomita, next question ആണ്, the character in the Ashapurna Devi story Matchbox acted impulsively without thinking about the consequences? Or is she a brave woman who questions her husband's selfish ways? Prepare a character sketch of Nomita. നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ നോമിതേനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് നോമിത ഇസ് എ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി മാച്ച് ബോക്സ് ബൈ ആശപൂർണ ദേവി. ആശപൂർണ ദേവിയുടെ മാച്ച് ബോക്സിലെ ഒരു സെൻട്രൽ ക്യാരക്ടറാണ് നോമിത. A meek, immature girl or bold, straightforward lady. അതായത് പക്വതയില്ലാത്ത പെൺകുട്ടിയോ അതോ വളരെ ബോൾഡ് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ ഒരു യുവതിയാണോ? ആരാണ് നോമിത? ആരാണ്? ദ ക്യാരക്ടർ ഓഫ് നോമിത evokes ambivalent thoughts in the mind.
compared to a matchbox, as the title goes. ആശാപൂർണ ദേവി മനഃപൂർവ്വമാണ് ഇങ്ങനെ നൊമിതേനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. കാരണം എന്തുകൊണ്ടാ, അപ്പോൾ ആളുകൾ ആ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദെൻ അതുകൊണ്ട് അങ്ങനെ മാച്ച് ബോക്സുമായിട്ട് അവളെ കമ്പയർ ചെയ്യാണ് ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ പോലെ. നൊമിത എക്സ്പ്ലോർസ് വെൻ she learns that her mother's letter to her was opened and read but not given to her. അമ്മയുടെ അടുത്തുനിന്ന് വന്ന ലെറ്റർ അവൾക്ക് തരാതെ അജിത്ത് വായിച്ചു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നൊമിത പൊട്ടിത്തെറിക്കുകയാണ്. She has to bear the insult and sarcastic remarks of her husband of being dung picker's daughter who pretends to be a queen. It was too much. അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് വളരെ വലിയ ഇൻസൾട്ടാണ് നേരിടേണ്ടി വന്നത് അല്ലേ, കളിയാക്കലുകൾ. അതായത് ചാണകം വാരി നടന്നവളുടെ മക്കളൊക്കെ ഇപ്പോൾ വലിയ രാജകുമാരിയായിട്ട് ഇരിക്കുകയാണ്, രാജ്ഞിയായിട്ട് ഇരിക്കുകയാണെന്നൊക്കെ പറയുന്നത്. ഇറ്റ് വാസ് ടു മച്ച്. അപ്പോൾ ഷീ ഗ്രാബ്സ് ഹിസ് മാച്ച് ബോക്സ് ആൻഡ് ഫ്ലെയർസ് അപ്പ് സാരി. അങ്ങനെയാണ് അവൾ ആ ഒരു തീപ്പെട്ടി എടുത്ത് സാരി കത്തിക്കുന്നത്. ദോ അജിത്ത് ഈസ് ഏബിൾ ടു പുട്ട് ഔട്ട് ദ ഫയർ ഓൺ ഹർ സാരി, ഷീ കനോട്ട് പുട്ട് ഔട്ട് ദ ഫയർ ഇൻസൈഡ് ഹെർ. സാരിയിൽ തീ കെടുത്താൻ പറ്റിയെങ്കിലും അവളുടെ ഉള്ളിൽ ആളിക്കത്തുന്ന തീ കെടുത്താൻ അജിത്തിന് സാധിച്ചില്ല. പെർഹാപ്സ് നൊമിത ലാക്സ് ഹെർ ഓൺ സ്പേസ് ആൻഡ് ഇറ്റ് ഈസ് ഹെർ എഫേർട്ട് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് റീഇൻസൾഫ് ഹെർ സെൽഫ്. അതായത് അവളുടെ തന്നെ ആ ഒരു ഐഡൻറ്റിറ്റിയെ അവൾക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടി വന്നത് കൊണ്ടായിരിക്കണം അവൾ എന്ത് ചെയ്തത്, അവളെന്ന് പറയുന്ന ആ ഒരു ഐഡൻറ്റിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. പെർഹാപ്സ് ഷീ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ഹെർ മദർ ആൻഡ് ഹസ്ബൻഡ്. അല്ലെങ്കിൽ അമ്മയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ അവൾ പെട്ടുപോയിട്ടുണ്ടാവും. ഹൗവർ ഷീ ട്രൈസ് ടു കീപ് happy face before the in-laws in that joint family even when they prick her harshly. കുടുംബത്തിലുള്ളവരെല്ലാവരും അവളെ കുത്തി നോവിക്കുമെങ്കിൽ അവരുടെ മുന്നിൽ ഇവളെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് പോലെ അവൾ അഭിനയിക്കുകയാണ്. Thus all the emotions that get bottled up explode in one particular moment and we find her burning the anchor of her saree. അങ്ങനെ എല്ലാ ഇമോഷനും കൂടി മിക്സായി വന്ന ഒറ്റ പൊട്ടിത്തെറിക്കലിലാണ് അവൾ ആ സാരി കത്തിക്കുന്നത്. Here we are left with the thoughts like whether it had been only the option for her to frighten her husband. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ചു പോകാൻ, അതായത് ആ ഭർത്താവിനെ പേടിപ്പിക്കാൻ ഈ ഒരു വഴി മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് ഈസ് അവർ ഫ്രീഡം ടു ഇന്റർപ്രറ്റ് അവർ ആക്ഷൻസ് as bold or timid. അവൾ ബോൾഡാണോ അല്ലെങ്കിൽ ടിമിഡാണോ ഇമ്മച്ചുവർ ആണോ എന്നുള്ളത് നമ്മുടെ ഫ്രീഡം, നമുക്ക് തീരുമാനിക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ മനസ്സിലാക്കിയെടുക്കാം. ഐ വുഡ് ഗോ വിത്ത് ദ സ്ലോഗൻ ദ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നോമിത. അപ്പോൾ ഞാൻ നോമിതേനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നോമിത എന്നാണ്. ഓക്കെ, അതാണ് നല്ലൊരു ക്യാരക്ടർ സ്കെച്ച്. ദെൻ എ സെമിനാർ ഓൺ എൻവയോൺമെന്റൽ കൺസർവേഷൻ വാസ് കണ്ടക്ടഡ് ഇൻ യുവർ സ്കൂൾ. പ്രിപ്പയർ എ പ്രോഗ്രാം ഷെഡ്യൂൾ ഓഫ് ദ സെമിനാർ. പ്രിപ്പയർ എ റിപ്പോർട്ട്. സെമിനാർ റിപ്പോർട്ടാണ്. സ്കൂളിൻ്റെ പേര്, സെമിനാർ, വെന്യൂ, ടൈം, ഡേറ്റ്, പ്രോഗ്രാം, നടന്ന പ്രെയർ, സ്കൂൾ കൊയർ, വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, ഇനോഗ്രൽ അഡ്രസ്സ്, ഫെലിസിറ്റേഷൻ. 4 പേപ്പർ പ്രസൻറ്റ് ചെയ്തു. ഓരോരുത്തരും ഏതൊക്കെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട്, എൻവയോൺമെൻറ്റ് അവർ സോഴ്സ് ഓഫ് ലൈഫ്, ചലഞ്ചസ് ടു എൻവയോൺമെൻറ്റ്, സീക്കിംഗ് ന്യൂ വേസ് ടു കൺസർവ് എൻവയോൺമെൻറ്റ്, അഫോർഡബിൾ അഫോറസ്റ്റേഷൻ ഇൻ കേരള. അങ്ങനെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട 4 പേപ്പറുകൾ 4 പേര് പ്രസൻറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. സ്കൂൾ ലീഡറാണ് വോട്ട് ഓഫ് താങ്ക്സ് കൊടുത്തത്. നാഷണൽ ആന്തം ഉണ്ടായിരുന്നു. ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സെന്റൻസ് ആക്കിയാൽ മതി. സോ സെമിനാർ ഓൺ environment conservation. ABC High School Chennai conducted a seminar on the topic environment conservation on 24th October at 9:30 in the school auditorium. This program started with a prayer by school choir. The principal, Mrs. Premakumari, welcomed the gathering. PTA President Mr. Williams chaired the session and gave presidential address. The program was inaugurated by the renowned environmentalist Dr. Bharat Chandran and he delivered the keynote address. Felicitation was offered by Ward Council Srimati Hema. Ms. Tanya P.K. presented paper on the topic Environment, our source of life. Master Sridin K. presented paper on the topic Challenges to Environment. Fasil PM presented a paper on the topic Seeking New. അങ്ങനെ ഓരോരുത്തരും പ്രസന്റ് ചെയ്തു. This was followed by an interactive session where the participants cleared their doubts with the activists. The school leader Ms. Alina proposed a vote of thanks. The program came to an end with the national anthem. Just a sentence ആക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി bring out the humor in the poem. This is going to hurt just a little by Ogden Nash. Ogden Nashന്റെ This is going to hurt just a little bitലെ ഹ്യൂമറുകൾ എന്തൊക്കെയാണ്, അതിലെ തമാശ എന്താണ്? Ogden Nash gives a graphic picture of his experience at the dentist using exaggeration that create humor. ഇവിടെ ഓഗ്ഡൻ നാഷ് പോയത്തിൽ എക്സാജറേഷൻ എന്ന് പറയുന്ന ഒരു പോയട്രി ഡിവൈസ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്സാജറേഷൻ എന്ന് വെച്ചാൽ ഊതിപ്പെരിപ്പിച്ച് പറയാമെന്ന് പറയില്ലേ, ഭയങ്കര വലുതാക്കി പറയുക, അതാണ് എക്സാജറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയൊരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തിന് വളരെ വലിയതാക്കി ഊതിപ്പെരിപ്പിച്ചാണ് പോയറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹി ബിഗിൻസ് ദ പോയം ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് ദ വേർസ്റ്റ് എക്സ്പീരിയൻസ് വൺ ക്യാൻ ഹാവ് ഇൻ വൺസ് ലൈഫ് ഈസ് സിറ്റിംഗ് ഇൻ എ ഡെന്റിസ്റ്റ് ചെയർ വിത്ത് മൗത്ത് വൈഡ് ഓപ്പൺ. ഒരാളുടെ ജീവിതത്തിൽ നേരിടാവുന്ന ഏറ്റവും വലിയൊരു മോശപ്പെട്ട ഒരു വേർസ്റ്റ് എക്സ്പീരിയൻസ് എന്ന്
പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ഡെന്റിസ്റ്റിന്റെ അടുത്ത് വായം പൊളിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ദ മൗത്ത് ഓഫ് എ പേഷ്യന്റ് ഈസ് കമ്പയർഡ് ടു ദ സെക്ഷൻ ഓഫ് എ റോഡ് ബീങ് റിപ്പയർഡ്. റിപ്പയർ ചെയ്യപ്പെടുന്ന റോഡിന്റെ സെക്ഷൻ പോലെയാണ് മൗത്തിന്റെ ഇതിൽ പറയുന്നത്. ഹി സേസ് ഹി കനോട്ട് റിമെയിൻ കാം ആൻഡ് കൂൾ വെൻ ഹിസ് ഫിംഗേഴ്സ് ആർ മേക്കിംഗ് ചേഞ്ചസ് ടു ഹിസ് ലവ് ലൈൻ ആൻഡ് ലൈഫ് ലൈൻ. നമ്മൾ കയ്യിൽ രേഖകൾ കണ്ടിട്ട് ലവ് ലൈൻ ലൈഫ് ലൈൻ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഇതിങ്ങനെ വേദന എടുത്തിട്ട് കൈ ഇങ്ങനെ ഇറുകി പിടിക്കുന്നുണ്ട്, അതിനെ പറ്റി പറയുന്നതാണ്. അതായത് ഫിംഗേഴ്സ് കയ്യിൽ ലവ് ലൈനിലും ലൈഫ് ലൈനിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പോയിട്ട് പറയുന്നുണ്ട്. ദ പേഷ്യന്റ് തിങ്സ് ദാറ്റ് ഹിസ് ടീത്ത് ആർ ബീങ് പോളിഷ്ഡ്. ടീത്ത് പോളിഷ് ചെയ്യാണെന്നാണ് പറയുന്നത്, ബട്ട് ആക്ച്വലി ദേ ആർ ലൈക്ലി ടു ബി ഡിമോളിഷ്ഡ്. അത് തല്ലി പൊളിച്ച് കളയുന്ന പോലെയാണ് പോയിട്ടിന് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ദ ഡെന്റിസ്റ്റ് യൂസസ് ദ മിറർ ടു എക്സാമിൻ ദ മൗത്ത് വിച്ച് മേക്സ് എ പോയിന്റ് വണ്ടർ വെദർ ഹി ഈസ് റിയലി ട്രീറ്റിംഗ് ദ ഇൻഫെക്റ്റഡ് സൈഡ്സ് ഓഫ് ദ മൗത്ത്. ഇതൊരു കണ്ണാടിയുടെ ഹെൽപ്പോട് കൂടിയാണ് മൗത്ത് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഡോക്ടർ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണോ, ഇൻഫെക്റ്റഡ് സൈഡിൽ തന്നെയാണോ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വണ്ടർ ആകുന്നുണ്ട്. അത് പോയിട്ടിനെ പേടി കൂട്ടുന്നുണ്ട്. ഫൈനലി ദ ഡെന്റിസ്റ്റ് ഡിക്ലെയർസ് ദാറ്റ് എവറിത്തിങ് ഈസ് ഓവർ. ലാസ്റ്റ് ഡെന്റിസ്റ്റ് പറഞ്ഞു എല്ലാം കഴിഞ്ഞു. ബട്ട് ഈസ് ഇറ്റ്, പക്ഷെ കഴിഞ്ഞോ? ഹി ഈസ് അഡ്വൈസ് ടു കം ബാക്ക് ഇൻ 3 months. 3 മാസം കഴിഞ്ഞ് പിന്നെയും വരാൻ പറയാണ്. The poet says that it could be the most vicious place fate could put him in. ഇതാണ് വളരെ ഒരു പ്രത്യേക മാന്ത്രിക വലയാന്ന് പറയുന്നത്. ഒരിക്കലും ഡെന്റിസ്റ്റിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന്. He concludes the poem saying that a man has to go to the dentist to keep his health in good condition. നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് എന്തിനാ? പല്ല് നല്ല കണ്ടീഷനിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഹി വിഷ്ഡ് ഹിസ് ടീത്ത് ടു റിമെയിൻ ഇൻ ഗുഡ് കണ്ടീഷൻ. പക്ഷേ പോയിട്ട് ആഗ്രഹിക്കുന്നത് ടീത്ത് നല്ല കണ്ടീഷനിലാണെങ്കിൽ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകേണ്ടി വരില്ലല്ലോ എന്നാണ് പോയിട്ട് ആഗ്രഹിക്കുന്നത്. ദാറ്റ്സ് ദ ഹോൾ പോയം കംസ് ആസ് എ പാക്കേജ് ഓഫ് ഹ്യൂമർ. ഇനി edit the passage correcting the mistakes. Excitement over what drugs can do have led people to believe that any ailment, infective or psychic, can be relieved by taking അപ്പിൽ. ഇത് നമ്മുടെ ആ ഒരു ഡ്രഗ് അബ്യൂസ് എന്ന ചാപ്റ്ററിൽ വന്നിട്ടുള്ള ഒരു പാസേജ് തന്നിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്ന ആ പാസേജ് നന്നായിട്ട് വായിക്കണം. ആ പാസേജിൽ നിന്നാണ് മിസ്റ്റേക്സ് എടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാസേജ് നന്നായിട്ട് വായിച്ചൊരു ആളാണെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്കുകളെല്ലാം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ എന്താണ് മിസ്റ്റേക്ക് നമുക്ക് നോക്കാം. എനി എയിൽമെൻറ്റ്, എക്സൈറ്റ്മെൻറ്റ് ഓവർ വാട്ട് ഡ്രഗ്സ് ക്യാൻ ഡു ഹാവ് ലെഡ് അല്ല, എന്താണ് വരുന്നത്? ഹാസ് ലെഡ്, ഡ്രഗ്സ് അല്ല, ഹാസ് ലെഡ് people to believe that any ailmentന്റെ ailments അല്ല, any ailment ആ വരുന്നത് കേട്ടോ, infective or psychic can be relieved by taking a pill. Medical journals now advertises അല്ല, now advertise ആണ്. ഓക്കെ, ജേർണൽസ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ അല്ലേ, അപ്പോൾ ഇത് വെർബും പ്ലൂറൽ ആവണം. Then tranquilizers, amphetamines and other mood altering drugs, doctors prescribe them and the public expects miracles from them. Okay, then up in the South Bronx, Felix decided to take in a movie in order to keep Antonio's face away from his face. The film was championed with Kirk Douglas. Imagine he spoke to his aunt Lucy about his experience. അതിലിടയ്ക്ക് ഫെലിക്സ് ഒരു സിനിമ കാണാൻ പോകുന്നുണ്ടല്ലോ, ഈ ആന്റോണിയോയുടെ മുഖം മറന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് aunt ലൂസിയുടെ അടുത്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു A+ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സോ imagine he spoke to his അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്, സോറി കേട്ടോ, അത് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫിൽ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഐ വെന്റ് ടു ദ മൂവി ടു അവോയ്ഡ് ദ തോട്ട്സ് ഓഫ് മൈ ഫ്രണ്ട് ആൻഡ് ഹോപ്പ് ടു റിട്ടേൺ അസ്. എൻ്റെ ഫ്രണ്ടിനെ പറ്റിയിട്ടുള്ള തോട്ട്സ് എല്ലാം പോയിട്ട് വളരെ ചിയർഫുൾ ആയിട്ട് വരാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ റിട്ടേൺ ആസ് ചിയർഫുൾ ആസ് എ ലാർക്ക്. ഓക്കെ, ദെൻ ദ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് പോയി. ഡാഷസ് ചീറ്റനെ പോലെ, അപ്പോൾ ഫാസ്റ്റ് ആണ്. ദെൻ ദ ഡയറക്ടർ ഈസ് എ സ്കൾപ്റ്റർ ആണെന്ന് പറയുമ്പോൾ സ്കിൽഡ് സ്കൾപ്റ്റർ എന്നാണ് നമ്മൾ പറയുക അല്ലേ, ഒരു ഫിലിം ഉണ്ടാക്കുന്നതിൽ. ബട്ട് ദ ക്ലൈമാക്സ് ഓഫ് ദ ഫിലിം മെയ്ഡ് മീ ഫീൽ ആസ് ഹെവിയസ്, എന്തുപോലെ കനം തോന്നി? ലെഡ് പോലെ, ആസ് ഹെവിയസ് ലെഡ്. ഓക്കെ, ആഫ്റ്റർ റീഡിംഗ് Sudhamurthy's Horrigallu, you realize that it could be worth setting up Horrigallus on the payments to help citizens to take break and ease themselves. റൈറ്റ് എ ലെറ്റർ ടു ദ മേയർ ഓഫ് യുവർ സിറ്റി. മേയറിനൊരു ലെറ്റർ ആണ്, അതായത് ഇങ്ങനെ ഹൊറഗല്ലൂസ് സ്ഥാപിക്കണം, എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് നമുക്ക് നോക്കാം. ലെറ്റർ ടു ദ മേയർ ആണ്. അപ്പോൾ ഫ്രം അഡ്രസ്സ് വയ്ക്കുന്നു. ദെൻ
ഡേറ്റ് വയ്ക്കുന്നു, 2 അഡ്രസ്സ് വയ്ക്കുന്നു, സർ ഓർ മാഡം, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഐ എം സോനു ഫ്രം ഈസ്റ്റ് ലൊക്കാലിറ്റി ഓഫ് വഡോദര, മുംബൈ. വഡോദര മുംബൈയിലെ ഈസ്റ്റ് ലൊക്കാലിറ്റി എന്നുള്ള സോനുമാണ്. ദിസ് ലെറ്റർ ഈസ് ടു കൈൻഡ്ലി ബ്രിങ് ടു യുവർ നോട്ടീസ് ദാറ്റ് ദെയർ ആർ നെയ്തർ സഫീഷ്യൻറ്റ് റെസ്റ്റിംഗ് പ്ലേസസ് നോട്ട് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് ഇൻ അവർ ലൊക്കാലിറ്റി. അപ്പോൾ നമ്മുടെ ലൊക്കാലിറ്റിയിൽ റെസ്റ്റ് എടുക്കാനോ അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസിനോ ഒന്നും പറ്റിയൊരു സൗകര്യങ്ങളില്ല. ഡിയർ സർ, ദ മെജോറിറ്റി ഇൻ അവർ ടൗൺ ആർ ലേബറേഴ്സ് ആൻഡ് സ്മോൾ സ്കെയിൽ ബിസിനസ് പീപ്പിൾ ഹു ഹാവ് ടു വർക്ക് ഹാർഡ് ഫോർ ദർ ഡെയിലി ബ്രെഡ്. അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരുപാട് ആളുകളാണ് നമ്മുടെ ടൗണിൽ കൂടുതലുള്ളത്. മോസ്റ്റ് ഓഫ് ദം ഹാവ് ടു വർക്ക് ലോങ് ഡിസ്റ്റൻസസ് എവറി ഡേ ആസ് എ പാർട്ട് ഓഫ് ദ ജോബ്. അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് എല്ലാ ദിവസവും അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരാറുണ്ട്. ദർ ആർ പീപ്പിൾ ഫ്രം അതർ ലൊക്കാലിറ്റീസ് ഹു കം ഹിയർ ഫോർ ട്രേഡ്. കച്ചവടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു ലൊക്കാലിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകളും ഉണ്ട്. ദർ ആർ നോട്ട് ഇനഫ് ഹൊറഗലൂസ് ഫോർ ട്രാവലേഴ്സ് ടു സിറ്റ് ഓർ ടേക്ക് റെസ്റ്റ്. ട്രാവലേഴ്സിന് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും വേണ്ട ഹൊറഗലൂസ് ഇവിടെയില്ല. ഐ റിക്വസ്റ്റ് ദാറ്റ് നെസസറി സ്റ്റെപ്സ് മേ ബി ടേക്കൺ ടു കൺസ്ട്രക്ട് ഹൊറഗലൂസ് ഫോർ പീപ്പിൾ ടു റിഫ്രഷ് ദംസെൽസ് ആൻഡ് ഓൾസോ ഇൻസ്റ്റാൾ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് ഫോർ പീപ്പിൾ ടു quench their thirst. Kindly look into the matter. Yours faithfully, Sonu. ഓക്കെ, then അടുത്തത് ഈസ്റ്റ് സ്റ്റാമറിൻ്റെ കുറച്ച് ലൈൻസ് തന്നിട്ട് അതിൻ്റെ മീനിങ് ആണ്. ഈച്ച് ടൈം യു സ്റ്റാമർ വി ആർ ഓഫറിങ് എ സാക്രിഫൈസ് ടു ദി ഗോഡ് ഓഫ് മീനിങ്സ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ പോയിറ്റ് സീസ് ദാറ്റ് വി മേക്ക് സാക്രിഫൈസ് ടു അവർ ലാംഗ്വേജ് വെൻ വി ഗിവ് ഡിഫറെൻറ്റ് മീനിങ്. ഒരു വാക്കിന് പല പല അർത്ഥങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ലാംഗ്വേജിന് സാക്രിഫൈസ് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, വെൻ വി സ്റ്റാമർ വി ഗിവ് ഡിഫറെൻറ്റ് മീനിങ് ആൻഡ് ദെയർ ബൈ ഇറ്റ് ബിക്കം എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്. മറ്റു അർത്ഥത്തിൽ പറയുന്നത് നമ്മൾ ഓരോ തവണ വയ്ക്കുമ്പോഴും ഗോഡ് ഓഫ് മീനിങ്ങിനും നമ്മൾ സാക്രിഫൈസ് കൊടുക്കുക എന്ന് പറയുന്നു. ദ പോയറ്റ് ട്രൈസ് ടു പ്രൂവ് ദാറ്റ് ഇംപെർഫെക്ഷൻസ് റൺ ത്രൂ ലാംഗ്വേജ്, ലൈഫ് ആൻഡ് പോയട്രി. പോയറ്റ് എന്താ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജിലും ലൈഫിലും പോയട്രിയിലും ഒക്കെ ഉണ്ട്. But without these imperfection, life or language would suffer great monotony. These imperfections are the spice of life. എല്ലാത്തിലും ഒരു ഇംപെർഫെക്ഷൻ ഇല്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നെങ്കിൽ ലൈഫ് ഡള്ളായിട്ട് പോകും അല്ലേ? ഈ ഇംപെർഫെക്ഷൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ സ്പൈസ് അപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. Then read the lines from the poem Any Woman. I am the twist that holds together the children in a sacred ring. They are not of love from whose close tether no lost child goes a wandering. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഉദ്ദേശിക്കുന്നത് ചിൽഡ്രൻ ആർ മോസ്റ്റ് ഓഫൻ ടെൻഡ് ടു അപ്രോച്ച് വിമൻ ടു അല്ലെങ്കിൽ മദർ ടു സീക്ക് കംഫർട്ട്. അല്ലേ, കംഫർട്ട് ആഗ്രഹിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്കാണ് കുട്ടികൾ വരാറ്. ദേ ലൈക്ക് ടു പ്ലേ വിത്ത് ദം ആൻഡ് ഗ്രോ അണ്ടർ ദെയർ കെയർ. അമ്മയുടെ കൂടെ കളിച്ച് അമ്മയുടെ കെയർ ആഗ്രഹിക്കുന്നതാണ് കുട്ടികൾ. ദർ ഇസ് നോ ലവ് ലൈക്ക് എ മദേഴ്സ് ലവ് ആൻഡ് അണ്ടർ ഹെയർ കെയർ നോ ചൈൽഡ് ലോസസ് ഹിസ് വേ. ഒരു കുട്ടിയും അമ്മയുടെ കീഴിൽ വഴിതെറ്റിപ്പോയില്ല. നോ മാറ്റർ ഹൗ ഓൾഡ് എ ചൈൽഡ് വിൽ ഓൾവേസ് വാണ്ട് ഹിസ് മദർ ടു കൗൺസിൽ ആൻഡ് കംഫർട്ട് ഹിം. കുട്ടി എത്ര വലുതായാലും ഒരു കംഫർട്ടിനും കൗൺസിലിങ്ങിനും ഒക്കെ അമ്മയാണ് ആഗ്രഹിക്കുന്നത്. ഷീ ഈസ് ദ നോട്ട് ദ ലവിംഗ്ലി ബൈൻഡ്സ് എവരി വൺ ടുഗെദർ. എല്ലാവരും ഒന്നിപ്പിച്ച് നിർത്തുന്ന ആ ഒരു കെട്ട് ആ അമ്മയാണ്. When I left this place, palm thatched houses could be seen in the distance on the right, but now there is nothing. ഇതിൻ്റെ what are the changes observed by the poet when he reaches his village? പോയറ്റ് വില്ലേജിൽ എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കണ്ടത്? In the poem Rise, poet comes home after 4 years. 4 വർഷത്തിന് ശേഷമാണ് പോയറ്റ് തിരിച്ചു വരുന്നത്. His village has changed so much. വില്ലേജ് ഒത്തിരി മാറിയിട്ടുണ്ട്. The rubber plants and dealwood trees replaced paddy fields. പാഡി ഫീൽഡ്സിന് പകരം റബ്ബർ പ്ലാന്റ്സും ഡീൽവുഡ് ട്രീസും ആണ് ഉള്ളത്. The whole field is planted over with aracanut palm. അടയ്ക്ക വെച്ചാണ് ഹോൾ ഫീൽഡ് നട്ടിരിക്കുന്നത്. ദർ ഇസ് നോ ബസിൽ ഓഫ് മെൻ. മനുഷ്യരുടെ സൗണ്ട് ഇല്ല. നോ ഷൗട്ട്സ് ഓഫ് പ്ലവിങ്. ഉഴുവനൻ്റെ സൗണ്ട് ഇല്ല. റബ്ബർ പ്ലാന്റ്സ് കൺഫ്യൂസ് ഹിസ് വേ ടു ഹിസ് ഹൗസ്. വീട്ടിലേക്കുള്ള വഴി തന്നെ മറന്നു, കാരണം ചുറ്റിലും റബ്ബർ മരങ്ങളാണ്. നോ പാം താച്ച്ഡ് ഹൗസസ് കുഡ് ബി സീൻ. ഓലമേഞ്ഞ വീടുകളില്ല. ഇൻ ഷോർട്ട് ഓൾ ദ ഫുഡ് ക്രോപ്സ് വെർ റീപ്ലേസ്ഡ് ബൈ ക്യാഷ് ക്രോപ്സ്. എല്ലാ ഫുഡ് ക്രോപ്സിന് പകരം അവിടെ ക്യാഷ് ക്രോപ്സ് വന്നു കഴിഞ്ഞു. ഓക്കെ, imagine that a leading activist for women's rights is visiting your school. You are one of the students who got an opportunity to interact with her. Frame 4 questions on the need of women empowerment that you wish to ask her. ഒരു ലീഡിങ് വിമൻ ആക്ടിവിസ്റ്റ് വന്നേക്കാണ്. അപ്പോൾ അവരോട് ചോദിക്കും, വിമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റിയ 4 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? Well, you are actively involved in the women empowerment and environmental issues. What evidence do you have that women themselves have responded to these issues? അതായത് സ്ത്രീകൾ ഈ ഇഷ്യൂസിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് തെളിയിക്കുന്ന എന്ത് തെളിവുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? How has the government convinced the idea of women empowerment? എങ്ങനെയാണ് women empowerment എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ ഗവൺമെൻറ് കൺസീവ് ചെയ്തത്? Do you think they get equal pay for equal work? അവർക്ക് ഈക്വൽ പേക്കും ഈക്വൽ വർക്കിന് ഈക്വൽ പേ കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദ പബ്ലിക്, എസ്പെഷ്യലി വിമൻ? സ്ത്രീകളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഓക്കെ,
Then comment on the line citing the importance of a mother in the family. Take me not the children grow. ഇതിൽ അമ്മയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? Take me not till the children grow. Take me not till children grow എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ his mother who was patient being dead at the toys-ലെ ഇവിടെ രണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോഡ് ദൈവത്തിന് എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാൻ പറ്റില്ല. ഗോഡ് കുഡിൻ ബി പ്രസന്റ് എവ്രിവെയർ. അതുകൊണ്ടാണ് ഹി ക്രിയേറ്റഡ് മദേഴ്സ്, അമ്മമാരെ ക്രിയേറ്റ് ചെയ്തത്. ബോത്ത് ദ ലൈൻസ് ഗീവ് അബൌട്ട് ദ എംഫസൈസ് ഓഫ് റോൾ ഓഫ് മദർ ഇൻ എ ഫാമിലി. ഇറ്റ് ഓൾസോ ത്രോസ് എ ലൈറ്റ് ഓൺ യുണീക്നെസ് ഓഫ് മദർ. അല്ലെ, ഒരു അമ്മയുടെ യുണീക്നെസ് അതിൽ കാണിക്കുന്നത്. മദർ ഈസ് ഓൾവേസ് കൺസേൺഡ് അബൌട്ട് ഹെർ ചിൽഡ്രൻ ആൻഡ് ദാറ്റ് ഷീ പ്രേസ്ഡ് ഗോഡ് ഫോർ ദെയർ സേഫ്റ്റി. അമ്മ എപ്പോഴും കുട്ടികളുടെ ഹെൽത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കുട്ടികളെ പറ്റിയിട്ടോ വറീഡ്. അതുകൊണ്ട് ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഹിയർ മദർ പ്രേസ്ഡ് ഗോഡ് നോട്ട് ടു ടേക്ക് അവേ till her children become self-independent. തൻ്റെ കുട്ടികൾ സ്വയം പര്യാപ്തത വരുന്നത് വരെ എന്നെ നീ അങ്ങോട്ട് വിളിക്കില്ലേ എന്നുള്ളൊരു അമ്മയുടെ പ്രാർത്ഥനയാണ് നമുക്കിതിൽ കാണുന്നത്. മദർ ഷോസ് മച്ച് പേഷ്യൻസ് കമ്പയർഡ് ടു ദ ഫാദർ. അച്ഛന്മാരെക്കാളും കൂടുതൽ സഹനശക്തി അമ്മമാർക്കാണ് ഉള്ളത്. ഷീ സാക്രിഫൈസസ് എവറിത്തിങ് ഫോർ ഹെർ ചിൽഡ്രൻ. തൻ്റെ കുട്ടിക്ക് വേണ്ടി അവൾ എല്ലാം സാക്രിഫൈസ് ചെയ്യുന്നു. ഷീ ബെയർസ് ഓൾ ദ പെയിൻ ഫോർ ദ കംഫർട്ട് ഓഫ് ദ ചിൽഡ്രൻ. കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാ വേദനകളും സഹിക്കുന്നു. ഷീ ഈസ് എ ലൈറ്റ് ഓഫ് ദ ഫാമിലി. ഷീ ഈസ് എ ഫസ്റ്റ് ഫ്രണ്ട്, ഫസ്റ്റ് ടീച്ചർ, ഫസ്റ്റ് ഗൈഡ് ഫോർ ഹെർ children. Neither school nor colleges or universities can impart the wisdom that is disseminated through the best teacher in the world, mother. അമ്മ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ. അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അറിവ് ഞാനൊന്നും ഒരു സ്കൂളിന് യൂണിവേഴ്സിറ്റിക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ദ ഹൗസ് ബിക്കം ഹോം ഓൺലി ബിക്കോസ് ഓഫ് മൈ മദർ. ഒരമ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു വീടാകുള്ളൂ. ഷീ ഈസ് എ ത്രെഡ് ദാറ്റ് കണക്ട്സ് ഓൾ ദ മെമ്പേഴ്സ് ഇൻസൈഡ് ദ സേക്രഡ് റിംഗ് ഓഫ് ദ ഫാമിലി. Imagine that a debate was held in your classic on the topic nuclear family and an ideal place for women empowerment. Women empowerment ഏറ്റവും നല്ലത് ന്യൂക്ലിയർ ഫാമിലി ആണ് എന്നുള്ളത്, ജോയിൻറ്റ് ഫാമിലിനെക്കാട്ടിലും. അപ്പോൾ അതിൽ താഴെ പറയുന്ന പോയിന്റ്സ് ആണ്. പോയിന്റ്സ് വർ പ്രസന്റഡ് ബൈ വൺ ഗ്രൂപ്പ് അഗെയിൻസ്റ്റ് എ ടോപ്പിക്. അപ്പം നമ്മളോട് ഈ ടോപ്പിക് ഇത് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂക്ലിയർ ഫാമിലി സ്ത്രീകൾക്ക് അൺലിമിറ്റഡ് ഫ്രീഡം കൊടുക്കും, സ്ത്രീകൾക്ക് സേഫ് അല്ല, വിമൻ ഇറസ്പോൺസിബിൾ ആകും, ന്യൂക്ലിയർ ഫാമിലിയിൽ സ്ത്രീകൾ കുട്ടികളെ നെഗ്ലക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. ഈ ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 4 പോയിന്റ്സ് ചോദിച്ചിരിക്കും. എന്ത് പറയാൻ പറ്റും? ഗേൾസ് ഗ്രോ എൻജോയിങ് ഫ്രീഡം, അല്ലേ? ന്യൂക്ലിയർ ഫാമിലി ഉണ്ടെങ്കിൽ ദേ ലേൺ റെസ്പോൺസിബിലിറ്റി ഇതിൽ അവർ മനസ്സിലാക്കുന്നു. ദർ ഇസ് എ ക്ലോസ് ബോണ്ട് അമംഗ് മെമ്പേഴ്സിൻ്റെ അടുക്ക് ഒരു ക്ലോസ് ബോണ്ട് ഉണ്ടാവും. ദർ വിൽ ബി ഇനഫ് ടൈം ആൻഡ് സ്പേസ് ടു ഗ്രോ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ഗ്രോ. നമുക്കിഷ്ടംപോലെ സമയവും സ്പേസും അവിടെ കിട്ടും എന്നുള്ളതാണ്. ദെൻ പ്രിപ്പയർ എ ബ്ലർബ് ഫോർ ഹൊറഗെല്ലു ആൻഡ് അതർ സ്റ്റോറീസ് ബൈ സുധാമൂർത്തിയുടെ ഹൊറഗെല്ലു ആൻഡ് അതർ സ്റ്റോറീസിൻ്റെ ഒരു ബ്ലർബ് ചോദിച്ചിരിക്കുന്നത്. ഹൊറഗെല്ലു ആൻഡ് അതർ അനക്ഡോട്ട് ഓഫ് സുധാമൂർത്തി എന്ന് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് നമുക്കിവിടെ ഫസ്റ്റ് എഴുതാം, വൺ ഓഫ് ദ ബ്രാക്കറ്റിൽ എഴുതാം വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോറി എന്നിട്ട് പറഞ്ഞിട്ട് അത് ഹിന്ദുവിൽ വന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് വെറുതെ ഒരു കോട്ട് കൊടുത്തോളാം കേട്ടോ, നല്ലൊരു ബുക്ക് എന്നുള്ള രീതിക്ക്. എന്നിട്ട് ബാക്കി എന്ന് പറയാം, ദിസ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹാർട്ട് ടച്ചിങ് ഇൻസിഡൻസ് ഫ്രം ദ ലൈഫ് ഓഫ് ദ റൈറ്ററുടെ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഫീൽഡ് വിത്ത് ദ വൈബ്സ് ഓഫ് ഹ്യൂമൻ ലവ് ആൻഡ് കൺസേൺ ഫോർ അതേഴ്സ്. ഈവൻ വെൻ ദ ഹോൾ വേൾഡ് സീംസ് ടു ബി ബിസി മൂവിംഗ് ഫോർവേഡ്, there are some who get stuck midway. They may need a little care, a shoulder to lean and a few words to console their heavy heart. എല്ലാവരും സ്പീഡിലും പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്ത് ചിലവർ ഇടയ്ക്ക് സ്റ്റക്കായി പോകും. അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്താൻ ആരെങ്കിലുമൊക്കെ വേണ്ടി വരും. The characters in this anecdote will definitely conquer the hearts and minds of the readers. അപ്പോൾ ഈ ഒരു അനക്ഡോട്ടിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വായനക്കാരുടെ മനസ്സിനെ കീഴടക്കും എന്ന് പറഞ്ഞ് ജസ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഇതിങ്ങനെ കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതേ ABC പബ്ലിഷേഴ്സ് അങ്ങനെ കൊടുക്കാം. ABC പബ്ലിഷേഴ്സ് കോട്ടയം ₹420. എന്ത് വേണമെങ്കിലും അവരുടെ ഫോൺ നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം. ഫോൺ 9999221100 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഫോൺ നമ്പർ കൂടി കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് ഒരു ബ്ലർബ് എഴുതുന്നത്. ഓക്കെ, then Wangari Maathai says women are often the first to become aware of environmental damage. Do you agree with her opinion? എൻവയോൺമെൻറ്റൽ ഡാമേജ് വന്നാൽ ആദ്യം അറിയുന്ന സ്ത്രീകളാണെന്ന് പറയും. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ നോക്കാം.
Yes, the women are the first to become aware of environmental damage. Environmental damage പറ്റിയിട്ട് ആദ്യം അറിയുന്നത് സ്ത്രീകളാണ്. In Africa, women are primary caretakers. ആഫ്രിക്കയിൽ സ്ത്രീകളാണ് പ്രൈമറി കെയർടേക്കേഴ്സ് ആയിട്ടുള്ളത്. They hold the responsibility of working outside and feeding their family. പുറമെ പോയി ജോലി എടുക്കുന്നതും ഫാമിലിനെ ഫീഡ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ഒക്കെ സ്ത്രീകൾക്കാണുള്ളത്. That is why when something happens to the environment, they are the first to know it. അതുകൊണ്ട് തന്നെയാണ് എൻവയോൺമെന്റ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആദ്യം ഇവരെ അറിയുന്നത്. ബിക്കോസ് they do not get resources to feed their family. അവരുടെ ഫാമിലി ഫീഡ് ചെയ്യാനുള്ള റിസോഴ്സ് ഇവർക്ക് കിട്ടില്ല. Thus women became aware of environmental damage first. അങ്ങനെ സ്ത്രീകളാണ് എൻവയോൺമെന്റൽ ഡാമേജിനെ പറ്റിയിട്ട് ആദ്യം എന്ത് ചെയ്യുന്നത്, ആദ്യം അതിനെ പറ്റിയിട്ട് അറിയുന്നത്. ഓക്കെ, then next question നോക്കാം. 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. You are selected to deliver a speech on World Environment Day celebration in your school. Write the script of the speech on the topic importance of environmental protection for future generation. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്പീച്ച്. സോ എങ്ങനെ പറയാം? റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഐ എം ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് അവർ സെലിബ്രേഷൻ ഓൺ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. I am talking to you on a very relevant topic, importance of environmental protection for future generation. Today, as we all know, our globe, the earth is facing the threat of global warming as well as overexploitation. Increasing the threat on weather patterns can wreak havoc on people's life and destroy animal habitats. More and more species of plants and animals are endangered day by day. Uncontrolled exploitation of natural resources is another cause of destroying life on the planet. Monoculture and deforestation has destroyed the natural habitat of many species. Producing greenhouse gases like CFC, CO2, etc. increase the temperature of atmosphere, which in turn results in rising sea levels and may endangering climatic variations. If we want the world to remain suitable for the life of human beings and other organisms, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എൻവയോൺമെന്റിൽ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ വേൾഡ് വേണമെന്നുണ്ടെങ്കിൽ ഫോർ ദാറ്റ് ഓൾ വേൾഡ് നേഷൻ ഷുഡ് കൺട്രോൾ ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ പ്രൊഡക്ഷൻ നിർത്തണം. ദ യങ്ങർ ജനറേഷൻ ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ ഇക്വിലിബ്രിയം ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ യങ്ങർ ജനറേഷനാണുള്ളത്. For the ecosystem to be balanced, we need to take immediate steps by developing suitable agriculture and reducing global warming. If not now, then it will be too late. ഇപ്പോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ലേറ്റ് ആയി പോകും. So dear friends, I insist you all have an important role in making this planet suitable for the future generation. If not, when then then who? നമ്മളല്ലെങ്കിൽ പിന്നെ ആരത് ചെയ്യാം? Let me conclude my words by reminding you, it should be our priority and our lifestyle, our responsibility and our commitment to preserve the environment for the future generation. Thank you all. എന്തായാലും ഒരു സ്പീച്ച് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല, വീഡിയോ പിന്നെയും ഒത്തിരി ലെങ്തി ആയിട്ട് പോകുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഫൈനൽ പാർട്ട് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇത് മുന്നോട്ടേക്ക് പോയാലും ഇത് 1 മണിക്കൂറും കഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉടനെ തന്നെ ഇതിൻ്റെ പുറകെ ഞാൻ എന്ത് ചെയ്തോളാം, നെക്സ്റ്റ് പാർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ മനഃപൂർവ്വമല്ല, ഞാൻ മാക്സിമം ഒരു വീഡിയോയിൽ ഒതുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ. അപ്പോൾ മുഴുവൻ ചോദ്യങ്ങളും ഉള്ളതുകൊണ്ടാണ് തീരാത്തത് കേട്ടോ. അതുകൊണ്ടാണ് തീരാത്തത്. 80 മാർക്കിന് വാങ്ങിക്കേണ്ടത് 2 വീഡിയോയിൽ ഒതുക്കാൻ നോക്കിയിട്ട് ഒതുങ്ങുന്നില്ല. സോ ഉറപ്പായിട്ടും അടുത്തൊരൊറ്റ വീഡിയോയിൽ അത് ഒതുക്കും. അടുത്തൊരൊറ്റ വീഡിയോയിലും കൂടിയിട്ട് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ആ വീഡിയോ പുറകെ തന്നെ വരുന്നുണ്ടാകും. മാക്സിമം വീഡിയോ ഓരോന്നും ആദ്യം മുതൽ അവസാനം വരെ കാണാം കേട്ടോ. താങ്ക്